വീട്ടിലെ ആളുകൾ. ഹലോ ഗൈസ്, ഐ ആം ലക്ഷ്മി. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് വെണ്ടയ്ക്കകളുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വെണ്ടയ്ക്ക വെച്ച് ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ്. പക്ഷേ അതൊന്നുമല്ല ഗൈസ്, ഞാൻ ഇതുമായിട്ട് ഒരു സംഭവം ഉണ്ടാക്കാൻ പോവാണ്. അതെങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം. வெண்டைக்காய் இருக்கு இல்லையா, வெண்டைக்காய் பிஞ்சு வெண்டைக்காய் ஒரு 3 வெண்டைக்காய், ஒரு 2 சின்ன ஸ்பூன் தயிர் மிக்சியில் நல்லா அடித்து எடுத்துகிட்டு ஃபேஸில் போடுங்க. இட் இஸ் ரியலி குட். அது கிளைமேட்டு ரொம்ப சில்லாக இருக்கே, அது ஃபேஸுக்கு கெடுதலாக கிடையாது, நிஜமாவே நல்லாயிருக்கும். അപ്പോൾ ഗൈസ്, നിങ്ങളിത് കേട്ടില്ലേ? ഇതാണ് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. ഫേമസ് ആക്ട്രസ് ആയിട്ടുള്ള അംബിക മാമിൻ്റെ ഒരു ഫേമസ് ആയ ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഇത് കുറച്ച് നാളായി വൈറലായി പോകുന്നു. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോക്കുമ്പോൾ ഇതിൽ 2 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, വീട്ടിൽ ഉണ്ടോ എന്നും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ആൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ 3 ചെറിയ വെണ്ടക്കായും 2 ടീസ്പൂൺ തൈരുമാണ് ആദ്യം എടുത്ത് അരച്ചത്. പക്ഷേ എൻ്റെ മിക്സിയുടെ ജാറ് വലുതായ കാരണം അത് കറക്റ്റായിട്ട് അരയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 2 ടീസ്പൂണും കൂടെ തൈര് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതെടുക്കുന്ന സമയത്ത് ചെറിയ ജാർ എടുക്കുക. ഇവിടെ എൻ്റെ അടുത്ത് അതില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരച്ചെടുത്തത്. എന്നാലും അതിലും തരി ആയിട്ടുണ്ട്. കറക്റ്റ് പേസ്റ്റ് പോലെ കിട്ടും, അങ്ങനെയാണ് പലതിലും ഞാൻ കണ്ടത്. പക്ഷേ എൻ്റെ വലിയ ജാറായ കാരണമാണ് ഇങ്ങനെ പൊടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉള്ളത് കേട്ടോ. വെണ്ടക്കായ ഉപയോഗിച്ച് ഹെയർ പാക്കുകൾ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും ഫേസ് പാക്ക് ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് എന്തായിരിക്കും റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് ഇടുമ്പോഴും അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞ് കഴുകി കളയുമ്പോഴും കുറച്ച് അധികം സമയമെടുക്കും. കാരണം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര വളവളാന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് കറക്റ്റായിട്ട് ഫേസിലോട്ട് ഇടാനും ഇതുപോലെ കണ്ടോ ഒലിച്ച് വരും, അങ്ങനെ കറക്റ്റ് മുഖത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇനിയിപ്പം നമ്മൾ നന്നായിട്ട് മൂക്കാത്ത വെണ്ടക്കായ എടുക്കുമ്പോൾ വലിയ പ്രശ്നമില്ല തോന്നുന്നു. എൻ്റെ അത്യാവശ്യം കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു വെണ്ടക്കായാണ് ഞാൻ എടുത്തത്. നിങ്ങൾ എടുക്കുമ്പോൾ നല്ല ചെറിയ വെണ്ടക്കായ എടുക്കും കേട്ടോ. അപ്പം ചിലപ്പം ഇതിലും കുറവായിരിക്കും, എന്നാലും ഇതേ കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടായിരിക്കുക. വെണ്ടയ്ക്ക ഓൾറെഡി നല്ല കൊഴുപ്പുള്ള സാധനമാണല്ലോ. അപ്പോൾ അങ്ങനെ ഇതിടാനും ഇട്ട് കഴിഞ്ഞിട്ട് കഴുകിക്കളയാനും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് എടുത്തിട്ട് ഇടാൻ പറ്റുന്ന ഒരു പാക്കല്ല. കുറച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമുണ്ട്, വീക്കെൻഡൊക്കെ ആണെച്ചെങ്കിൽ മാത്രം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് ഇട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കഴുകി കഴിഞ്ഞിട്ട് കാണാം. എൻ്റെ പൊന്ന് ഗൈസ്, ഇത് കഴുകി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ വെള്ളം കൊണ്ട് കഴുകിയാലൊന്നും ഇത് അങ്ങനെ പോകുന്നതല്ല. അതുകൊണ്ട് നിങ്ങളൊരു കോട്ടൺ പാഡോ അല്ലെങ്കിൽ ഒരു തുണിയോ എടുത്തിട്ട് ഇതുപോലെ വൈപ്പ് ചെയ്യുക, എന്നാൽ നമ്മൾക്ക് സിമ്പിളായിട്ട് പോരും കേട്ടോ. പിന്നെ നമ്മുടെ ഈ വെണ്ടയ്ക്ക നമ്മൾ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിലെ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ സെൽസിനെ എല്ലാം അത് ഹെൽത്തിയർ ആക്കി വെക്കാനും അതുപോലെ ആക്നെ ഉള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ഒരു കൂളിംഗ് എഫക്റ്റ് കൊടുക്കും എന്നുള്ളതാണ്. കാരണം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഉറങ്ങി കഴിഞ്ഞാൽ ഫുഡ് കഴിഞ്ഞാൽ ഉറക്കം, അതാണ് മെയിൻ. ഇതേപോലുള്ള വീട്ടിലെ ആളുകൾ ഉണ്ടായ സ്കിൻ കെയർ പോയിട്ട് സ്കിൻ വരെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി എനിക്ക് ഈ ഫേസ് പാക്ക് ഇട്ടിട്ട് എന്ത് റിസൾട്ടാണ് കിട്ടിയതെന്ന് ഞാൻ പറയാം. ഈ പറഞ്ഞ പോലെ ചെറിയൊരു കൂളിംഗ് എഫക്റ്റും ഉണ്ട്. മാത്രമല്ല കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടും എനിക്ക് തോന്നി. കുഞ്ഞിനും എൻ്റെ അടുത്ത് പറഞ്ഞു ബ്രൈറ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ ഗൈസ്? കമൻറ്റ് ബോക്സിൽ പറയൂ. അപ്പോൾ ശരി.